ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ചെന്നൈ സ്റ്റൈൽ നാട്ടുകോഴി ചിക്കൻ ചാപ്സ് ആണ്. നാട്ടുകോഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ കോഴി, ബ്രോയിലർ ചിക്കൻ അല്ല, നല്ല നാടൻ കോഴി വെച്ചിട്ട് നമ്മുടെ ചെന്നൈയിൽ കല്യാണത്തിനൊക്കെ കൊടുക്കുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ ചിക്കൻ ചാപ്സ്. അപ്പോൾ ആ ഒരു ചെന്നൈ സ്റ്റൈൽ കല്യാണ ചിക്കൻ ചാപ്സ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ചെന്നൈ സ്റ്റൈൽ കല്യാണ ചിക്കൻ ചാപ്സ് ഒന്ന് ചെയ്ത് നോക്കിയാലോ? വാ. അപ്പോൾ നമ്മുടെ ചിക്കൻ ചാപ്സിന് വേണ്ടിയിട്ട് ഞാൻ നല്ല നാടൻ കോഴിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 1 കിലോ, ഏകദേശം 1 കിലോയോളം നാടൻ കോഴിയുടെ ഇറച്ചി എടുത്തിട്ടുണ്ട്. ഇതൊരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഞാൻ കുക്കറിലിട്ട് ഒരു 3 വിസിലിൽ ഒന്ന് വേവിച്ചെടുത്തതാണ്. അങ്ങനെ വേവിക്കണം നിർബന്ധമില്ല, നമുക്ക് ഓൾറെഡി ഇതിനകത്തിട്ട് തന്നെ വേവിക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ 3 വിസിലിൽ ഒന്ന് ജസ്റ്റ് വേവിച്ചെടുത്ത നമ്മുടെ നാടൻ കോഴിയാണിത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് നമ്മുടെ കല്യാണ ചിക്കൻ ചാപ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇതിനകത്താണ് നമ്മുടെ റെസിപ്പി ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാനോ ഇരുമ്പ് ചട്ടിയോ നമ്മുടെ ചൂട് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു കറിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. കുറച്ച് അധികം വേണം കേട്ടോ. അപ്പം ഞാൻ ഇതുവരെ ഫ്ലെയിം ഒന്നും ഓണാക്കിയിട്ടില്ല. ചട്ടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഇഞ്ചി, നന്നായിട്ട് ചതച്ചെടുത്ത ഇഞ്ചി. അത് ഏകദേശം 1 സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. നമ്മൾ ഇഞ്ചിയേക്കാളും കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂണോളം വെളുത്തുള്ളി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ചെറിയ ഉള്ളി മിക്സിയിലിട്ട് അടിച്ചൊന്ന് പേസ്റ്റ് ആക്കി എടുത്തതാണ്. പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുത്താൽ ഇത്രയും ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ സവോള, ഈ കൊച്ചുള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. അപ്പോൾ അത്രത്തോളം എണ്ണയാണ് നമ്മൾ ആദ്യമേ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഞാൻ ഇതിലേക്ക് മുളക് പൊടി ചേർക്കാൻ പോവുകയാണ്. നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു 2 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഈ ഒരു സ്പൂണിന് 2 സ്പൂൺ മുളക് പൊടി. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. അതൊരു 1.5 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് 1.5 ടീസ്പൂൺ ഗരം മസാല. 1.5 ടീസ്പൂൺ ഗരം മസാല. ഇനി ഒരു തക്കാളി, ഒരു വലിയ തക്കാളി അരിഞ്ഞതാണ് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഫൈനലായിട്ട് ഒരു 1/2 മുറി നാരങ്ങയുടെ നീര് അതും കൂടി ചേർക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ എണ്ണയൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ എല്ലാം അരച്ചല്ലേ ചേർത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു പച്ച ചുവ മാറി വരണം. നമുക്ക് നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. അപ്പം നമ്മൾ ഈ കറിയല്ല, ഏത് കറിയിലായാലും സവാളയോ ചെറിയ ഉള്ളിയോ ഇതൊക്കെ അരച്ച് ചേർക്കുവാണെങ്കിൽ നന്നായിട്ട് എണ്ണയിൽ കിടന്നത് വഴലണം. അതായത് നന്നായിട്ട് വഴണ്ട എണ്ണ തെളിഞ്ഞ് വരുന്ന പരുവം വരെ ഒന്നും ആക്കിയില്ലെങ്കിൽ പിന്നെ അത് കഴിക്കാൻ കൊള്ളത്തില്ല. ഒരു പച്ച കുത്തലിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. നന്നായിട്ട് വഴറ്റി ആ എണ്ണ തെളിയുന്ന ഒരു പരുവമായി കഴിഞ്ഞാൽ കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇങ്ങനെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല തിക്നെസ്സും ഉണ്ടാവും. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. അടി പിടിക്കാൻ സമ്മതിക്കരുത്. അടിക്ക് പിടിച്ചാലും നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. ഇതേ കണ്ടോ, നമ്മൾ അരച്ച് ചേർത്ത ചെറിയ ഉള്ളിയും എല്ലാം നന്നായിട്ട് വഴണ്ട് സൈഡിൽ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ആ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഓൾറെഡി ചിക്കൻ വേവിച്ച് വെച്ചിട്ടുള്ള ആ വെള്ളം, അതായത് ചിക്കൻ സ്റ്റോക്ക്, അതും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുവാണ്. കുറച്ച് ചിക്കൻ സ്റ്റോക്ക് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ നാടൻ കോഴി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി ചിക്കൻ ഉപ്പിട്ടാണ് വേവിച്ചത്. പിന്നെ ഗ്രേവിയിലും കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഉപ്പ് പാകമല്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. നമ്മുടെ നാട്ടുകോഴി
കല്യാണ ചിക്കൻ ചാപ്സ് ഏകദേശമൊക്കെ റെഡി ആയിട്ട് ഉണ്ടാവണം. ഞാനൊരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്, കറക്റ്റ് 10 മിനിറ്റ്, കാരണം ഓൾറെഡി നമ്മളത് വേവിച്ച ചിക്കനാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് ആ മസാലയൊക്കെ പിടിച്ച് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലോ ഫ്ലെയിമിൽ മൂടി വെച്ചത്. നമുക്കത് എന്തായിരുന്നു തുറന്നു നോക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ലൊരു മണമുണ്ട് കേട്ടോ, ഒരു പ്രത്യേക മണമാണ്, നമ്മൾ ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്തൊരു മണമാണ്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം, ഒന്ന് മൂടി വയ്ക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനും കാണാം, കാരണം ഞാൻ ഓൾറെഡി ആദ്യമേ ഇൻഗ്രീഡിയൻസ് ഒന്നും എല്ലാം പറഞ്ഞിട്ടില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് ചേർക്കുന്ന സമയത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ചിലർ അടിയിൽ കമൻസിൽ ചോദിക്കാറുണ്ട്, അത് ചേർത്തിട്ടുണ്ടോ ഇത് ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.